ഇന്റലിജൻസ് ബ്യൂറോ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടതാണ് നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ്, അതായത് SSLC ബുക്ക്, ആധാർ കാർഡ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ കൂടെ തന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഈ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിന്റെ ഡൗട്ടാണ് പല ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. കാരണം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങളുടെ SSLC ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, ഈ 4 സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ അക്ഷയ സെന്ററിൽ പോകുക. അതിനുശേഷം നിങ്ങൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുക. അത് തഹസിൽദാറുടെ സൈനോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ഇത്രയും ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോകുമ്പോൾ വേണ്ടത്. ഈ മാസം ഓഗസ്റ്റ് 17 ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി അവസാനിക്കാൻ പോവുകയാണ്. നല്ലൊരു അവസരമാണ്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 40,000 മേലാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 69,000 വരെ സാലറി ലഭിക്കാവുന്ന ജോലിയാണ്. 10ാം ക്ലാസ് മാത്രം യോഗ്യത മതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 3 ടയറിലായിരിക്കും ഇതിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. 2 എക്സാം, അതുപോലെ തന്നെ 3ാമത് ഇന്റർവ്യൂ ആയിരിക്കും. എക്സാം ക്ലാസ്സസ് ഓഗസ്റ്റ് 18 മുതൽ കേരളത്തിൽ ആദ്യമായിട്ട് ഡ്രോൺ അക്കാഡമിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. താമസ ഭക്ഷണ സൗകര്യത്തോടു കൂടിയുള്ള ക്ലാസ്സസ് ആണ് ഡ്രോൺ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങളുടെ നിയമനം ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ജയ് ഹിന്ദ്.